ചേഞ്ച് എന്നുള്ള ഒരു വാക്ക് അത് എത്രമാത്രം ശക്തമായിട്ട് ഒബാമ തന്നെ ഉപയോഗിക്കേണ്ടി വന്നു. അമേരിക്കയുടെ എല്ലാം ശരിയാണ്, ഇപ്പൊ ജോസഫ് പറഞ്ഞ പോലെ അമേരിക്കയിലെല്ലാം കുഴപ്പമില്ല, ഞങ്ങളെല്ലാം സുഖമായി ജീവിക്കല്ലേ എന്നാ മലയാളിയുടെ വാക്കാണ് ചേഞ്ച് എന്നുള്ളൊരു വാക്ക്. കഴിഞ്ഞ ഇവിടുത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായി ഉപയോഗിക്കപ്പെട്ട പദമാണ്. ആളുകളാകെ ഇളക്കി മറിച്ച ഒരു പദമാണ് ചേഞ്ച് എന്നുള്ളത്. അപ്പൊ മാറ്റം, അമേരിക്കയ്ക്ക് ഒരു മാറ്റം വേണമെന്ന് അമേരിക്കക്കാർ ആഗ്രഹിക്കുന്നു. ആ നയങ്ങൾ മാറ്റണമെന്ന അഭിപ്രായം തന്നെ നമ്മൾ എപ്പോഴും പറയാറുള്ളത് രാഷ്ട്രീയമായിട്ട്. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ 4 വർഷത്തോളം UPA ഗവൺമെന്റിനെ പിന്താങ്ങുന്ന ഇടതുപക്ഷത്തിനെ നമ്മൾ കണ്ടു. പക്ഷെ അതും ഈ അമേരിക്കയുമായി ഇടപെട്ട ഒരു അണുശക്തി, അതുമായി ബന്ധപ്പെട്ട കരാറിന് എതിരായി പറഞ്ഞതുകൊണ്ടാണ് ഗവൺമെന്റ് തന്നെ താറുമാറായത്. അതാണ് പൊതുവായിട്ട് ഇവിടുത്തെ ഒരു കാഴ്ചപ്പാട്. ഈ അമേരിക്കയുമായിട്ടുള്ള പ്രശ്നത്തിലാണ് ഇപ്പോഴും ഇടതുപക്ഷം മനോഭാവത്തിന് ചേഞ്ച് വരണമെന്ന് ഇവിടെ പറയുന്നത്. ഈ അമേരിക്കയുടെ ആ പുരോഗതിയെ അപ്പാടെ ഉൾക്കൊള്ളാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിന് പകരം അതിനെ ഉപരിപ്ലവമായിട്ട് തള്ളിപ്പറയാനായിട്ട് ശ്രമിക്കുന്നതാണ് ഇവിടുത്തെ ഒരു പൊതുവായ ആൾക്കാരുടെ അഭിപ്രായം. അത് ശരിയാണോ ഇല്ലയോ എന്നാണ്. ആണവ കരാറുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിൽ ഇടതുപക്ഷം വച്ച നിലപാട് ശരിയാണെന്ന് ഇപ്പൊ തെളിയിക്കപ്പെടുകയാണ്. ഇപ്പൊ നമ്മൾ എൻഡ് യൂസേഴ്സ് കരാർ, നമ്മളിവിടുന്ന് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരു ആയുധം വാങ്ങിക്കുമ്പോൾ അത് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പോയി ഉൾപ്പെടെ പരിശോധിക്കുന്നതിനും തുടർച്ചയായി വിലയിരുത്തുന്നതിനുള്ള അവകാശം കൂടി അമേരിക്കയ്ക്ക് കൊടുക്കുകയാണ്. നമ്മൾ വില കൊടുത്താണ് അവര് ആയുധം വാങ്ങിക്കുന്നത്. അപ്പൊ അവര് നമ്മുടെ സൈന്യ മേഖലയിൽ, നാവികസേന അല്ലെങ്കിൽ വ്യോമസേനയുടെ ഒക്കെ കേന്ദ്രങ്ങളിൽ പോയി പരിശോധിക്കാൻ വേണ്ടി രാജ്യത്തിന്റെ സുരക്ഷിതത്വം തന്നെ അപകടകരമാകുന്ന അവസ്ഥയിലേക്ക് എത്തും. അപ്പൊ ഇന്ത്യ ഒരു പരമാധികാര രാജ്യമാണ്. അപ്പൊ ആ രാജ്യത്തിന് തനതായി തന്നെ മുന്നോട്ട് പോകാൻ കഴിയേണ്ടതുണ്ട്. അതൊരു അമേരിക്കയുടെ ഒരു വിധേയ രാജ്യമായി ഇന്ത്യ മാറേണ്ടത്. അമേരിക്ക എന്നൊരു പരമാധികാര രാജ്യമാണല്ലോ. ഇന്ത്യ അതുപോലെ പരമാധികാര രാജ്യമാണ്. അപ്പൊ അതിൽ ഏറ്റവും രസകരമായ കാര്യം, ഇപ്പോ ഇന്ത്യ അമേരിക്ക ആണവ കരാർ എന്നുള്ളത് അമേരിക്കൻ കോൺഗ്രസ് 4 തവണ ചർച്ച ചെയ്തു. ആദ്യത്തെ ഡ്രാഫ്റ്റ് ചർച്ച ചെയ്തു, ഹൈഡാക്ട് അവർ ചർച്ച ചെയ്തു, പിന്നെ ഇന്ത്യയും അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയുമായിട്ടുള്ള കരാർ ചർച്ച ചെയ്തു. 4 കരാറുകൾ വെച്ചിട്ടുള്ള അവസാനം കോൺഗ്രസ് അംഗീകാരം പോയി. പക്ഷെ ഇന്ത്യൻ പാർലമെന്റ് ഒരിക്കലും ചർച്ച ചെയ്തിട്ടില്ല. കേരളത്തിന്റെ രാഷ്ട്രീയം ഇപ്പോഴത്തെ മലയാളികൾക്ക് താല്പര്യം അതാണ്. കഴിഞ്ഞ 3 വർഷത്തിലധികമായി ഭരിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് അതിന്റെ ഭരണത്തിൽ ഒത്തിരി ഗുണങ്ങൾ ചെയ്തിട്ടുള്ളതായിട്ട് പലർക്കും അറിയാം, സത്യസന്ധമായിട്ട്. ഉദാഹരണം, ഒത്തിരി ഇപ്പോൾ ധനകാര്യ വകുപ്പ്, ഈ കേരളത്തിലെ ഒരു സാധാരണ മലയാളി അവൻ എവിടെ ജീവിച്ചാലും ഇത്രയും നല്ലൊരു ധനകാര്യമന്ത്രിയും അയാളുടെ പ്രവർത്തനങ്ങളും വളരെ ശ്രദ്ധേയമായി കഴിഞ്ഞു ഇവിടെ. എന്നാൽ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും നല്ല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, ഇന്ത്യ ടുഡേയിലെ സർവേയിലെ ഏറ്റവും നല്ല ക്രമസമാധാന സംസ്ഥാനമായി കേരളത്തെ തിരഞ്ഞെടുക്കും. പക്ഷെ ഈ വാർത്തകളൊന്നും ഇവിടുത്തെ ഒരു മലയാളി വായിക്കുന്നില്ല എന്നുള്ള കാര്യം താങ്കളൊരു പൊതുപ്രവർത്തനം എന്നുള്ള ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയത്. അപ്പോൾ ഈ അവിടെ കേരളത്തിൽ മാത്രമല്ല, ഈ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഒരു ചേരിയിൽ നിന്നുകൊണ്ട് അവിടെ പൊതുപ്രവർത്തനം നിയന്ത്രിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്ന് വെച്ചപ്പോൾ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് ഏതെങ്കിലും മുന്തിയ മാധ്യമത്തിന്റെ സഹകരണം ഉണ്ട്, അയാൾ തെരുവിലേക്കോ ജനങ്ങളിലേക്കോ ഒന്നും ഇറങ്ങേണ്ട സാഹചര്യമില്ല. അയാളിങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഈ ലോകത്ത്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. ഈ ഒരു കാര്യത്തെ താങ്കൾ എങ്ങനെയാണ് ഈ ലോകത്തെമ്പാടുമുള്ള മലയാളികളെ ഈ സത്യം അറിയിക്കാനായിട്ട് എന്താണ് താങ്കളുടെ പൊതുപ്രവർത്തകർ ചെയ്യുന്നത്? നമ്മൾ ഈ കേരളത്തിൽ പ്രശ്നം, കേരളം ഒരു മാധ്യമ സമൂഹമാണ് പറയാം. മാധ്യമങ്ങളാണെന്ന് മലയാളിയുടെ കാര്യങ്ങൾ തീരുമാനിക്കുക എന്നൊരു അവസ്ഥയുണ്ട്. അപ്പൊ അതിലിപ്പോ ജോസ് പറഞ്ഞ കാര്യങ്ങൾ ശരിയാണ്. ഗവൺമെന്റ് ചെയ്യുന്ന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കാൻ ബോധപൂർവം വിവാദങ്ങൾ തുടർച്ചയായിട്ട് സൃഷ്ടിക്കുക ചെയ്യുന്നത്. ഇപ്പൊ മുത്തൂറ്റ് പോൾ വധം, സാധാരണ ഇതിൽ നിഷ്പക്ഷമായിട്ടാണ് നോക്കുകയാണെങ്കിൽ ഒരു കൊലപാതകം നടക്കുന്നു, വളരെ പെട്ടെന്ന് പോലീസ് അതിന്റെ പ്രതി അറസ്റ്റ് ചെയ്യുന്നു, ഉപകരണം കൊലപ്പെടുത്താൻ ഉപയോഗിച്ച ഉപകരണം കണ്ടെത്തുന്നു, ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളെയും കസ്റ്റഡിയിലെടുക്കുന്നു, വാഹനം ഉടൻ കസ്റ്റഡിയിലെടുക്കുന്നു. നമുക്ക് നല്ല അഭിനന്ദനം ലഭിക്കേണ്ട ഒരു കർത്തവ്യമാണ് കേരളത്തിലെ പോലീസ് ചെയ്യുന്നത്, ആഭ്യന്തര വകുപ്പ് ചെയ്യുന്നത്. പക്ഷെ അതിനങ്ങ് ഏത് രൂപത്തിലേക്കാണ് ഇപ്പോ എത്തി നിൽക്കുന്നത്? യാഥാർത്ഥ്യവുമായി ഒരു തരത്തിലും ബന്ധമില്ലാത്ത രൂപത്തിൽ ഒരു പ്രശ്നത്തെ തുടർച്ചയായി മാധ്യമങ്ങൾ ഒരു സംഘം ഒരേപോലെ അവതരിപ്പിക്കുകയാണ്. അപ്പൊ എന്തെങ്കിലും തീയില്ലാതെ പോയി ഉണ്ടാവും, എന്തെങ്കിലും ഉണ്ടാവും എന്ന മറ്റൊരു ചിന്തയിലേക്ക് കുറച്ചെങ്കിലും ഉണ്ട്. അപ്പൊ VIP വിവാദം പോകുന്നു, ലാബിലും പ്രശ്നം പോകുന്നു. ഇതെല്ലാം ബോധപൂർവത്തിന് വിവാദങ്ങളിലൂടെ സൃഷ്ടിക്കുകയും ഗവൺമെന്റിന്റെ നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്താതിരിക്കുകയും ചെയ്യും. സൈബർ സിറ്റി
വരുന്നു, വലിയ വിവാദം വന്നു, മാധ്യമങ്ങൾ അഴിച്ചു വിട്ടു. 6-7 മാസക്കാലത്തോളം കോടതി ഇരുന്നു. ഇപ്പൊ കോടതി എല്ലാം അംഗീകരിച്ചു. അപ്പൊ ആ ഡെവലപ്മെന്റ് അത്രയും വൈകിയ ജീവിതം. അപ്പൊ വിവാദ വ്യവസായമാണ് കേരളത്തിൽ ഏറ്റവും ശക്തിപ്പെട്ടത്. അതിൽ മാധ്യമങ്ങൾ ഇപ്പോ നല്ലൊരു പങ്ക് നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന റോൾ ശരിക്കും ഒരു പ്രതിലോമ ദൗത്യമാണ് മലയാള മാധ്യമങ്ങൾ നിർവഹിച്ചത്. മറ്റ് ഇൻഫ്രാസ്ട്രക്ചറിലൊക്കെ അമേരിക്കൻ മലയാളികൾ പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് കുറവാണ്. ഇതിലൊക്കെ എന്തെങ്കിലും താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്? അവർ ക്രിയാത്മകമായി അവരുടെ പണം ഉപയോഗിക്കാൻ പറ്റുന്ന സന്ദർഭമുണ്ട് കേരളത്തിൽ. ടൂറിസം, IT ഇങ്ങനെയുള്ള നിരവധി മേഖലകൾ പുതിയ സാധ്യതകൾ വരുന്നുണ്ട്. അപ്പൊ അത് അമേരിക്കൻ മലയാളികൾ ഇടപെടണം എന്നാണ് പറയാനുള്ളത്. ഇവിടെ വന്നിട്ട് പൊതുവായിട്ട് ഈ അമേരിക്കൻ പുതിയതായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് അനുകൂലമായ ഒരു സാഹചര്യം കേരളത്തിൽ ഇപ്പം നിലവിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അത് വെച്ചുകൊണ്ട് എന്താണ് താങ്കൾ പുതിയതായിട്ട് ഇവിടുത്തെ മലയാളികളോട് പറയുന്നത്, ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള? വിശാലമായ ഒരു കേരളീയ താല്പര്യത്തോടുകൂടി സംഘടനകൾ ഇടപെടണം. ഇവിടുത്തെ മലയാളികളും ഇപ്പൊ പലരും പറയേണ്ട തൊഴിൽ നഷ്ടപ്പെട്ടവരുണ്ട്, ഇപ്പോ തിരിച്ചു നാട്ടിലേക്ക് വരാൻ പറ്റാത്ത രൂപത്തിൽ സാഹചര്യമുണ്ട്. നമ്മുടെ ഇവിടെ മലയാളികൾ തന്നെ ഇപ്പോ സബ്വേ ജോലി ചെയ്യുന്നവർക്ക് ജോലി നഷ്ടപ്പെടുന്നു, പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്യുന്നവരുടെ ജോലി നഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിച്ചുവിടലുണ്ട്, ശമ്പള വർധന ഉണ്ടാകാത്ത പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ അവരെ സഹായിക്കാൻ ഈ മലയാളി സംഘടനകൾക്ക് കഴിയേണ്ടതുണ്ട്. നന്നായി ഇടപെടുന്ന കുറേയേറെ പ്രവർത്തകരുണ്ട് ഇവിടെ. കണ്ടിരിക്കുന്നവരുടെ നേതൃത്വത്തിലുള്ളവരെല്ലാം തന്നെ ഇപ്പോ ടെറമസിനെ പോലുള്ള ആളുകൾ, കറുകപ്പള്ളിയെ പോലുള്ള ആളുകൾ, അപ്പുറത്ത് നിൽക്കുന്ന ഇപ്പൊ സ്റ്റീഫനെ പോലുള്ള ആളുകൾ, ഇപ്പൊ നിങ്ങൾ ജോസൊക്കെ മാധ്യമരംഗത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന സഹായങ്ങൾ, ഇവ കുറെ ആളുകളുണ്ട്. ഇവരെല്ലാം അവരുടെ കർമ്മശേഷി ഉപയോഗിച്ചുകൊണ്ട് കേരളീയ ഡെവലപ്മെന്റുമായിട്ട് അമേരിക്കൻ മലയാളികളെ ഒന്ന് ബന്ധപ്പെടുത്താൻ കഴിയേണ്ടത്. അപ്പൊ നമ്മുടെ നാട്ടിൽ നിന്ന് ഇത്തരം രാജ്യങ്ങളിലേക്കൊക്കെ വരുന്ന ആളുകൾ അവരാക്കുന്നതിൽ പങ്കുവഹിച്ചിട്ടുള്ള നമ്മുടെ സ്റ്റേറ്റിന് കുറെ തിരിച്ചു നൽകാൻ ബാധ്യതയുണ്ട്. അത്തരം ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ കഴിയണം. പൊതുവെ അമേരിക്കൻ മലയാളികൾ വളരെ സ്നേഹപൂർവ്വമാണ് കാര്യങ്ങൾ ഇടപെടുന്നത്. ധാരാളം ചോദ്യങ്ങൾ, അതിനേക്കാൾ കൂടുതൽ ഉത്തരങ്ങൾ എല്ലാം നമ്മൾക്ക് കേൾക്കാനിടയായി. പി. രാജീവൻ MP ക്ക് കൈരളി TV യുടെ പേരിൽ നന്ദി, നമസ്കാരം.